കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ISLന്റെ തുടക്ക സീസണുകളിൽ ഒരുപാട് വിദേശ ഗോൾ കീപ്പർമാർ പന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവരിപ്പോൾ എവിടെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി ഡേവിഡ് ജെയിംസ് ആണ്. 2014-15 ISL സീസണിൽ ഒരു പ്ലെയർ മാനേജർ എന്ന റോളിലായിരുന്നു ജെയിംസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത്. ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി പരിശീലനം നിന്നത് ജെയിംസ് ആയിരുന്നു. ഡേവിഡ് ജെയിംസ് അവസാനമായി കളിച്ച ക്ലബ്ബും കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ താരം ഒരു ക്ലബിനെയും പരിശീലിപ്പിക്കുന്നില്ല. കൈ സ്പോർട്സ് ഫുട്ബോൾ കവറേജിന്റെ ഒരു വിദഗ്ധൻ കൂടിയാണ് ഡേവിഡ് ജെയിംസ്. അടുത്തതായി സ്റ്റീഫൻ ബൈവാട്ടർ ആണ്. ISLന്റെ രണ്ടാം സീസണിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് എത്തിച്ച ഇംഗ്ലണ്ട് ഗോൾ കീപ്പറായിരുന്നു സ്റ്റീഫൻ ബൈവാട്ടർ. അന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം 12 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു ക്ലബിന് വേണ്ടിയും താരം പന്ത് കിട്ടുന്നില്ല. 2020 ജൂലൈയിൽ താരം ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിരുന്നു. അടുത്തതായി ഗ്രാം സ്റ്റാക്ക് ആണ്. 2016 ISL സീസണിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് എത്തിച്ച അയർലൻഡ് ഗോൾ കീപ്പറായിരുന്നു ഗ്രാം സ്റ്റാക്ക്. ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വെറും 7 മത്സരം മാത്രമേ സ്റ്റാക്കിന് കളിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. തന്റെ ഔദ്യോഗിക ഫുട്ബോൾ ജീവിതത്തിൽ നിന്ന് സ്റ്റാക്ക് 2022 ജൂലൈയിൽ വിരമിച്ചിരുന്നു. അവസാനമായി ഒരു ക്ലബിന്റെ ഗോൾ കീപ്പിംഗ് കോച്ചായിട്ടാണ് താരം വർക്ക് ചെയ്തിരുന്നത്. നിലവിൽ ഒരു ക്ലബിനെയും താരം ഗോൾ കീപ്പിംഗ് കോച്ചിന്റെ പൊസിഷനിൽ പരിശീലിപ്പിക്കുന്നില്ല. അടുത്തതായി പോൾ റിച്ചൂക്കയാണ്. 2017-18 ISL സീസണിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് എത്തിച്ച ഇംഗ്ലണ്ട് ഗോൾ കീപ്പറായിരുന്നു റിച്ചൂക്ക. ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 12 മത്സരങ്ങൾ റിച്ചൂക്ക കളിച്ചിട്ടുണ്ടായിരുന്നു. 2018 റിച്ചൂക്ക തന്റെ ഫുട്ബോൾ ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയാണ് താരം അവസാനമായി പന്ത് കിട്ടിയിരുന്നത്. നിലവിൽ മാഞ്ചസ്റ്ററിലെ ഒരു അക്കൗണ്ടന്റായിട്ടാണ് താരം വർക്ക് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച അവസാന വിദേശ ഗോൾ കീപ്പറായിരുന്നു പോൾ റിച്ചൂക്ക.